ഇതുവരെ ശശി തരൂരിനെ പിന്തുണച്ച് നിലനിന്നിരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ പ്രബല വിഭാഗമായ മുസ്ലിം സമുദായം തെരുവിലേക്ക് ഇറങ്ങുന്നു. ശശി തരൂരിന്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് അവർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. CAA വിരുദ്ധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭീമാപ്പള്ളി നൂറുൽ ഇസ്ലാം അറബിക് കോളേജ് ജംഗ്ഷനിൽ ശശി തരൂരിനെ തിരിച്ചറിയുക എന്നൊരു വലിയ പ്രോഗ്രാം തന്നെ നടന്നു. ഇതിൽ ഇടതുപക്ഷ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുകയുമുണ്ടായി. നൂറുകണക്കിന് ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അതിൽ അവർ പറയുന്നത്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇമാം പീർ മുഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞത്, ഈ ശശി തരൂർ ഗാസയിലടക്കം ഉള്ള ഇസ്രായേൽ ആക്രമണത്തിൽ യുദ്ധക്കുറ്റവാളികൾക്ക് ഒപ്പമായിരുന്നു, ഗാസയിലെ ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും CAA വിരുദ്ധ കൂട്ടായ്മ എല്ലാ വീട് വീടാന്തരം കയറിയും ഈ സന്ദേശം എത്തിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഇമാമുമാരായ ഹാവിള AP അസീസ് മുഹമ്മദ്, ഇക്ബാൽ ഭീമാപ്പള്ളി സുധീർ, പീർ മുഹമ്മദ് എന്നിവരാണ് ഇതിൽ പങ്കെടുത്തിരുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ RSSന്റെ ചാരനായി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവാണ് ശശി തരൂരെന്ന് ഇമാം പീർ മുഹമ്മദ് ആരോപിച്ചു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ യുദ്ധക്കുറ്റവാളികൾക്കൊപ്പമായിരുന്നു തരൂർ എന്ന്, അതായത് തരൂരിൻ്റെ കോഴിക്കോടുള്ള പ്രസംഗമായിരുന്നു ഹമാസിന് എതിരായിട്ടുള്ള ഒരു പ്രസംഗം. അതാണ് ഈ മുസ്ലിം സമുദായത്തെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് എല്ലാ വോട്ടർമാരെയും കണ്ട്, അതായത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ വോട്ടർമാരെയും കണ്ട് ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി വീട് വീടാന്തരം കയറി പ്രചരണം നടത്തും. അതിനായി സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിൽ ഈ ഒരു ചടങ്ങിൽ ഇടതുപക്ഷ നേതാക്കളായ H ഹഫീസ്, SM ബഷീർ എന്നിവരും പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും തരൂരിന് ഇത് ഒരു മോശം സമയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് തരൂരിൻ്റെ ശക്തി കേന്ദ്രമായ, അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്കായ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കടുത്ത എതിർപ്പ് കൂടി ഉയർന്നൊരു സാഹചര്യത്തിൽ വലിയ പ്രയാസകരമായി മുൻപോട്ട് പോകുന്നു. കോൺഗ്രസിനാണെങ്കിൽ വലിയ തലവേദന തന്നെയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ശശി തരൂർ പലപ്പോഴായി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, മുമ്പ് ഗാന്ധി കുടുംബത്തിനെതിരായി നിരന്തരം പ്രസ്താവന നടത്തിയ വ്യക്തി കൂടിയാണ് ശശി തരൂർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.